മനസ്സിലാകുന്ന നിബന്ധനകളോടെ. വഹുവ അല്ലാ തകൂന മുത്തതയ്യിബതൻ, അതെന്താ? സുഗന്ധം പൂശിയവളാകരുത്. വലാ മുത്തസയ്യിനതൻ, ഭംഗി അണിഞ്ഞവളാവരുത്. വലാ ദാത്തി ഖലാഖിൽ, പിന്നെ പാദസരം ധരിച്ചവളാകരുത്. യുസ്മൗ സൗത്തുഹ, അതിന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കുന്ന വിധത്തിൽ. വലാ സിയാബിൻ ഫാഖിറ, നല്ല റിച്ചായിട്ടുള്ള വസ്ത്രം ധരിച്ചവരാകാൻ പാടില്ല. വലാ മുഖ്തലിതൻ ബിർരിജാലി, പുരുഷന്മാരുമായി എവിടെയെങ്കിലും ഇടകലരുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. വലാ ശാബത്തൻ, യുവതിയും ആകാൻ പാടില്ല. യുവതിയും ആകാൻ പാടില്ല. വനഹവഹ, യുവതി അല്ലെങ്കിലും യുവതി പോലത്തവൾ. മിമ്മ യുഫ്തതനു ബിഹ, സംഗതി വയസ്സുണ്ടെങ്കിലും അവരെ കൊണ്ട് ജനങ്ങൾ ഫിത്നയാവാൻ ഈ വഴിയിലുണ്ടാകാനും പാടില്ല. മായുഖാഫു ബിഹി മഫ്സദത്തുൻ, ആ പോക്ക് കാരണത്താൽ വല്ല കുഴപ്പവും പേടിക്കുന്ന സംഗതി വഴിയിലുണ്ടാകാനും പാടില്ല. വഹാദൻ നഹ്യു അൻ മൻഇഹിന്ന മിനൽ ഖുറൂജി, എന്നാൽ ഇങ്ങനെയൊക്കെ ഈ വ്യവസ്ഥകളൊക്കെ ഒത്താ തന്നെ തടയരുത് എന്ന് പറഞ്ഞത് മഹ്മൂലുൻ അലാ കറാഹത്തി തൻസീഹി, അത് തൻസീഹിന്റെ കറാഹത്തിന്റെ മേലിൽ ചുമത്തേണ്ടത്. അഥവാ തടഞ്ഞാൽ തന്നെ എന്ത് ചെയ്യൂലാന്ന്, ആഖിറത്തിൽ കുറ്റം കിട്ടുന്ന സംഗതിയോ വേറുള്ള വിഷയങ്ങളോ ഒന്നും വരൂല. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഈ രൂപത്തിലാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു അത് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ മനസ്സിലായല്ലോ. ശറഹ് മുസ്ലിമിന്റെ പിന്നെ 2/163 പിന്നെ ഇത് നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ലാ തംനഉ ഇമാ അല്ലാഹി എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പോ യുവതി ആകാൻ പാടില്ല, ഇതിൽപ്പെട്ട ഒരു നിബന്ധനയാണ്. യുവതി അല്ലാത്തവരെ ഈ മൗലവിമാർക്ക് വേണോ പള്ളിയിലേക്ക്? ആലോചിച്ച് നോക്കണം, നമ്മൾ ചിന്തിക്കണം. അപ്പോ പിന്നെ സംഭവത്തിന്റെ ഗതി ശരിക്കും വ്യക്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ നിരുപാധികം പള്ളി എന്ത് ചെയ്തിട്ടില്ല, സ്ത്രീകൾക്ക് വിലക്കിയിട്ടില്ല. അതേ സമയത്ത് പോകണമെങ്കിൽ തന്നെ കുറെ നിബന്ധനകളുണ്ട്. എന്നാ ആ നിബന്ധനകളൊക്കെ ഒപ്പിച്ചു പോയാൽ തന്നെയും ആ പോക്കാണോ നല്ലത്? അല്ല. എന്നാൽ ഒളിഞ്ഞിരിക്കുന്ന അനുവാദം എന്നത് ഗവേഷണം നടത്തിയിട്ട് അപൂർവം ചിലർ കണ്ടെത്തി. അക്കണ്ടെത്തിയ ആളുകൾ തന്നെ എന്ത് നിർത്തും, അവസ്ഥ വന്നാ പോക്ക് ഹറാമാണെന്ന് അത് പറയേണ്ട, ഹുക്കുമ് പറയേണ്ട ഇമാമിങ്ങളും പറഞ്ഞു. അതാണ് പിന്നെ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മഫാസിദു ഖുറൂജിഹിന്ന അൽആന മുഹഖഖ, പെണ്ണുങ്ങൾ അങ്ങനെ പുറപ്പെടുന്നതിന്റെ ഫസാദ് ഇക്കാലത്ത് ഉറപ്പാണ്. ഫഹാസിലു മദ്ഹബിന അൽ ജസ്മു ബിത്തഹരീം, അതുകൊണ്ട് നമ്മുടെ മദ്ഹബിന്റെ രത്ന ചുരുക്കം അത് ഹറാമാണെന്ന് തന്നെ ഉറപ്പിച്ചു പറയലാണ്. വൽ ഫത്വാ ബിഹി, ഹറാമാണെന്ന് ഫത്വ കൊടുക്കലുമാണ് എന്ന് പറയാൻ കാരണം അതാണ് എന്നറിയിക്കുന്നു. ഉപചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഉപചോദ്യമല്ല, എനിക്കൊരു മുജാഹിദിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇപ്പോ. അപ്പൊ എനിക്ക് അതിൻ്റെതായ ചോദ്യങ്ങളുണ്ട്. അതായത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞകൾ മുഴുവനും ശിരസ വഹിച്ച സഹാബത്തുകളുമാണ് അന്ന് ഉണ്ടായിരുന്നത്. കാരണം അതിലും വലിയൊരു ഉത്തമ മാതൃകയുള്ള, അല്ലെങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞകൾ അനുസരിച്ച മറ്റൊരു സമൂഹം അല്ലെങ്കിൽ മറ്റൊരു റസൂലുള്ളാഹി എന്ത് വിരോധിച്ചോ അത് അവർ വെടിയുകയും എന്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആജ്ഞാപിച്ചോ അത് സ്വീകരിക്കുകയും ചെയ്ത ഒരു സഹാബാക്കളും സഹാബത്ത് വനിതകളും. അപ്പോ ഈ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിർദ്ദേശം സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ അതിനെതിരിൽ പ്രവർത്തിച്ചു എന്നല്ലേ. മാത്രവുമല്ല, ഇജ്തിഹാദിലൂടെയായിരുന്നു ആതിഖ റളിയല്ലാഹു അൻഹ പള്ളിയിൽ പോയിരുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ഇജ്തിഹാദാണെങ്കിൽ ഏറ്റവും വലിയ ഇജ്തിഹാദും ഏറ്റവും വലിയ ഫത്വ കൊടുത്തിരുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ. ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറികടന്നുകൊണ്ടുള്ള ഒരു ഇജ്തിഹാദ് ആതിഖ റളിയല്ലാഹു അൻഹ നടത്തിയിരുന്നു എന്ന് പറയാൻ കഴിയുമോ? അല്ല, മറികടക്കണ പ്രശ്നം വരുന്നില്ലല്ലോ. ഖൈറ് ഇതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അതിന്റെ ഉള്ളിൽ കർശനമായ വിലക്കിന്റെ ശൈലി ചിലർക്ക് ഫീൽ ചെയ്തില്ല എന്ന്. അവരെന്ത് ചെയ്തു, ഈ വ്യവസ്ഥകളൊക്കെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ പോയാൽ തെറ്റില്ല, പക്ഷെ ഈ നന്മ അവർക്ക് നഷ്ടപ്പെടാന്നുള്ളൊരു സംഭവം, അതിനൊരു അടിസ്ഥാന അനുവാദം